നമസ്കാരം. പെട്രോൾ, ഡീസൽ നമ്മളെല്ലാവരും എന്തെങ്കിലും കാരണവശാൽ എപ്പോഴും ഉപയോഗിക്കുന്ന രണ്ട് വാക്കുകളാണ് പെട്രോൾ ആൻഡ് ഡീസൽ. അതിൽ ഡീസൽ എന്ന് പറയുന്നത് ആ ഇന്ധനത്തിന്റെ ശാസ്ത്രീയ നാമമോ അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ച പേരോ അല്ല. അതൊരു വ്യക്തിയുടെ പേരാണെന്ന് നമ്മൾ എത്ര പേർക്കറിയാം? വളരെ അപൂർവം. 1858 ഫ്രാൻസിൽ ജനിച്ച ജർമ്മൻകാരനായ മെക്കാനിക്കൽ എഞ്ചിനീയർ റുഡോൾഫ് ക്രിസ്റ്റ്യൻ തൻ്റെ 34-ാം വയസ്സിൽ വർഷങ്ങൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ 1892 ഈ എഞ്ചിനും അതിനു വേണ്ട ഈ ഫ്യൂവലും അദ്ദേഹം കണ്ടുപിടിച്ചതെങ്കിലും വർഷങ്ങൾ നീണ്ടു നിന്ന് പരിശ്രമത്തിനൊടുവിൽ 5 വർഷത്തിന് ശേഷമാണ് 1897 ഈ എഞ്ചിന്റെ പ്രവർത്തനം സക്സസ്ഫുള്ളായി ലോകത്തിന് കാണിച്ചു കൊടുത്തത്. അതാണ് നമ്മൾ ഡീസൽ എഞ്ചിൻ എന്ന് പറയുന്ന ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻ, അല്ലെങ്കിൽ പെട്രോൾ അല്ലാതെ മറ്റൊരു ഫ്യൂവലായ ഡീസൽ എന്ന് വിളിക്കുന്ന ഫ്യൂവൽ. എങ്ങനെയാണ് അപ്പോൾ ഇതിന് ഡീസൽ എന്ന് പേര് വന്നത്? ലോകത്തിലെ എല്ലാ കണ്ടുപിടുത്തങ്ങൾക്കും പൊതുവെ ആ കണ്ടുപിടിച്ച ആളുടെ പേര് തന്നെയാണ് നൽകുന്നത്. 1913 55-ാം വയസ്സിൽ അദ്ദേഹം മരിച്ചു. അദ്ദേഹത്തിന്റെ പേരിന്റെ പൂർണ്ണരൂപം റുഡോൾഫ് ക്രിസ്റ്റ്യൻ കാൾ ഡീസൽ. അങ്ങനെയാണ് ഡീസൽ എഞ്ചിനെന്നും ഡീസൽ എന്ന ഫ്യൂവലിനും അല്ലെങ്കിൽ ഇന്ധനത്തിനും പേര് വന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്.